കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ കുഞ്ഞു ഗാർഡനിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാണുന്ന എൻ്റെ വീട്ടിലെ കുഞ്ഞൊരു താമരക്കുളം. ഇതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഞാൻ ഇങ്ങനത്തെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മുടെ എൻ്റെ വീട്ടിലെ ഫുള്ള് ഗാർഡനാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഗാർഡൻ എന്ന് പറയണോ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കട്ടോ. ചിലർ വരെയും എന്താ പ്രസുവിൻ്റെ വീട്ടിൽ പൂച്ചെടികളൊന്നുമല്ല, ഫുള്ള് കാടാണെന്ന് പറയും. പക്ഷെ അറിയില്ല, എന്നാലും നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ഇതാണ് എൻ്റെ വീട്ടിലെ കുഞ്ഞു ഗാർഡൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീട്ടിലത്തെ അവസ്ഥ. ഇനി നമ്മൾക്ക് മുകളിലുള്ള ഗാർഡൻ കാണാൻ പോകട്ടോ, നമ്മുടെ വീട്ടിൻ്റെ മുകളിലുള്ളത്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള സംഭവമാണ്. ഓക്കെ, വീട്ടിൻ്റെ മുറ്റത്ത്, അതായത് വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ളത് കേട്ടോ. അപ്പോൾ ചങ്കുകളെ, അപ്പം നമ്മൾ അതിന് ഒരു വേരുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ അവിടെ, ഒരു തേക്ക് മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ വേര് പൊട്ടിച്ച് അവിടെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തൽക്കാലം എന്തെങ്കിലും വെറുതെ കിടക്കണ്ട, വെറുതെ വേസ്റ്റായി പോകും. ഇത് മഴ കൊണ്ട് കോടാലി കൊണ്ടൊക്കെ വെട്ടിയിട്ടേ വിറകാക്കാൻ പാടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? അങ്ങനെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിൻ്റെ മുകൾ ഭാഗത്തുള്ള ഗാർഡനാണ് കേട്ടോ. ചങ്കുകളെ, മുകൾ ഭാഗത്ത് ഗാർഡൻ കാണാൻ പോകുമ്പോൾ നമ്മുടെ തെങ്ങിൽ കുറച്ച് കുരുമുളകെല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാർഡനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഫുള്ള് ഗാർഡൻ എന്ന് പറയണ്ട, പൂന്തോട്ടം പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഗാർഡനിലേക്ക് ഞാൻ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുരുമുളക് ചെടികൾ ഇങ്ങനെ പൂത്തുവല്ലി നിൽക്കുന്നുണ്ട് ചങ്കുകളെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഗാർഡനിലേക്ക് കിടക്കാൻ പോകണേ. പ്രസുവിൻ്റെ കുഞ്ഞു ഗാർഡനിലേക്ക് സ്വാഗതം. ചങ്കുകളെ, പ്രസുവിൻ്റെ കുഞ്ഞു ഗാർഡനിലേക്ക് സ്വാഗതം. ഇതാണ് പ്രസുവിൻ്റെ ഇന്നത്തെ വെറൈറ്റി, അതായത് ഇതിൽ എല്ലാ കളറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ നട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സൂം ചെയ്ത് നമ്മുടെ ഗാർഡൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ചുട്ടി, പാച്ചു, ചക്കി, കുപ്പിയുണ്ട്. അപ്പോൾ പാച്ചു, ചക്കി, കുപ്പി എന്ന് പറയുന്നത് നമ്മുടെ പൂച്ചക്കുട്ടികളാട്ടോ. ഇതിപ്പോൾ പാച്ചും ചക്കിയും കൂട്ടിയിട്ടാണ് കളിക്കുന്നത്. കുപ്പി ദേ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബർ താരം നമ്മുടെ ചുട്ടിപ്പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ. നമ്മുടെ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ വയ്ക്കാൻ. ഞങ്ങൾക്ക് സ്ഥലത്തിന് കുറവാണ്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം, കമൻറ്റ് തരണം, ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ ഞാനിതേ ഇപ്പോൾ ഒരു കുടം അവിടെ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു കറ്റാർ വാഴ കുഞ്ഞിനെ ജീവൻ നൽകി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിലത്തെ ഗാർഡൻ്റെ അവസ്ഥ. കണ്ടോ, ഇത് നമ്മുടെ ഒരു 10 മണിയാണ്, ഒരു സൈസാട്ടോ. ഒക്കെ പല കളറാണ്. ഇത് നമ്മുടെ ചുട്ടി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അവൾ എപ്പോഴും ഇവിടെ കിടക്കാറ്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ഡ്രാഗൺ ഫ്രൂട്ട്. ഇതെങ്ങനെ ഇതിന് വളം കൊടുക്കുക എന്നൊക്കെ ഞാൻ നമ്മുടെ ഹൈമാവതി അമ്മയുടെ ലൈവല്ല ഷോർട്ട് വീഡിയോസും വലിയ വീഡിയോസും കയറി കണ്ടു. അതിനനുസരിച്ചുള്ള വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ പോകുന്നു. ഓക്കെ, പ്രസുവിൻ്റെ ഗാർഡൻ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ നിഴൽ കണ്ടില്ലേ, ഇതിന് ഞാൻ ഐസ് പൂ എന്നാണ് പറയട്ടെ. അതിൻ്റെ പേരെന്താ അറിയില്ല. ഇതിൻ്റെ മഞ്ഞ, വെള്ള, പിന്നെ ലൈറ്റ് റോസ് എല്ലാം കളറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വീട്ടിൻ്റെ മട്ടുപ്പാവിലെ കുഞ്ഞു ഗാർഡൻ. ഓക്കെ ചങ്കുകളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതിവിടെ ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനതെന്ത് ചെയ്തറിയോ, പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടുത്തെ ചെടികളൊക്കെ മാറ്റി ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് കുട്ടികൾക്ക് വൈകുന്നേരം ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനം റെഡിയാക്കണേ. ഏട്ടൻ്റെ മക്കൾക്ക് നമ്മുടെ പച്ചക്കറിത്തോട്ടം ഫ്രഷായ വഴിയിട്ട് നിൽക്കുന്നുണ്ട്. വെണ്ടയ്ക്കയും വഴുതിരിങ്ങയും എല്ലാം കായ്ച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പറിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. പിന്നത്തെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡൻ എങ്ങനെയുണ്ട്, താഴത്തെ താമരക്കുളം കണ്ടോ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ചങ്കുകളെ. അപ്പോൾ ചങ്കുകളെ, പച്ചക്കറി തോട്ടത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഇത് തക്കാളിക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ആയിരിക്കണം, എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തക്കാളി ഉണ്ട്. പിന്നെ ചങ്കുകളെ, തക്കാളി ഉണ്ട്. വെണ്ടയ്ക്കെല്ലാം 2-3 പ്രാവശ്യം വിളവെടുപ്പ് ചെയ്തു കേട്ടോ. വെണ്ടയ്ക്ക വീണ്ടും ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. നല്ല അടിപൊളി വെണ്ടയ്ക്കകളാണ്, ഫ്രഷായിട്ടുണ്ട്. അതിനൊന്നൊരു ഇതുമില്ല കേട്ടോ. നല്ല നാച്ചുറലായിട്ടുള്ള വളങ്ങൾ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ വെണ്ടയ്ക്കത്തോട്ടം. ഓക്കെ, ഇതൊരു വെണ്ടയ്ക്ക, ഒരു വെറൈറ്റി വെണ്ടയ്ക്കാണ് കേട്ടോ. എന്തോ ഒരു വെറൈറ്റി തോന്നുന്നു കേട്ടോ ഈ വെണ്ടയ്ക്ക. ഇത് നമ്മളെന്നും കാണാറുള്ള വെണ്ടയ്ക്കല്ല, അതെന്തോ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട്. അങ്ങനെ ചങ്കുകളെ വഴുതിരിങ്ങി നിൽക്കുന്നത് കണ്ടോ. കണ്ടോ, നല്ല നീളത്തിൽ നല്ല സൈസായിട്ട് വഴുതിരിങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും കുറേ വെണ്ടയ്ക്കകളും വഴുതിരിങ്ങയൊക്കെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, വെണ്ടയ്ക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. കുറേ വെണ്ടയ്ക്ക പറിച്ചു കേട്ടോ, പിന്നെ പറിച്ചിട്ടില്ല. ഇവിടെയും നിൽക്കുന്നുണ്ട് വെണ്ടയ്ക്ക കണ്ടോ, ഫ്രഷായിട്ട് വെണ്ടയ്ക്കകൾ. അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ചങ്കുകളെ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാനൊരു ലോങ് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. നമ്മളുടെ നാടൻ പയർ കണ്ടോ, നാടൻ പയർ ഉഷാറായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ, നാടൻ പയറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രസുവിൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള വെണ്ടയ്ക്ക, വഴുതിരിങ്ങ, പയർ എല്ലാം ഉണ്ട്. കുമ്പളങ്ങ പൂവിട്ടുണ്ട്, പഴുവലം പൂവിട്ടുണ്ട്.
അതെല്ലാം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യൂ. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോസ് ഇട്ടു. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടു കൂടി ഇവിടെ പറയുന്നു. പ്രസു, ബൈ.